നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഉടൻ കേൾക്കുവാൻ പോകുന്ന സന്തോഷ വാർത്ത, നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്ത് കാര്യമാണ് ഉടനെ വന്നു ചേരാൻ പോകുന്നതെന്നും നിങ്ങളുടെ ആഗ്രഹ സാഫല്യത്തിന് നിങ്ങൾ എന്താണ് നെക്സ്റ്റ് ആക്ഷൻ എടുക്കേണ്ടത്, അടുത്ത ഒരു ആക്ഷൻ അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നിങ്ങളുടെ ആഗ്രഹം സാഫല്യത്തിന് വേണ്ടിയിട്ടെന്നുള്ള രണ്ട് എനർജിയാണ് എടുക്കുന്നത്. റിക്വസ്റ്റഡ് വീഡിയോയാണ് കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുള്ള എന്ത് കാര്യമാണോ കമൻറ്റിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ രൂപത്തിൽ ചോദിച്ചിട്ടേരെ, ഞാൻ തീർച്ചയായിട്ടും അത് കണക്റ്റ് ചെയ്യാൻ പറ്റുന്ന എനർജികളെ, അതായത് നമുക്ക് ജനറലായിട്ട് കണക്റ്റ് ചെയ്യാൻ പറ്റുന്ന എനർജി തീർച്ചയായിട്ടും ഞാൻ റീഡിങ്സ് ആയിട്ട് എടുത്ത് തരാം കേട്ടോ. അപ്പം നിങ്ങൾക്കിടെ വേണ്ടിയിട്ടുള്ള റീഡിങ്സാണ്. തീർച്ചയായിട്ടും പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് എന്ത് കാര്യമാണോ നിങ്ങൾക്ക് ഉടനെ സന്തോഷകരമായിട്ട് കേൾക്കേണ്ട, എന്ത് കാര്യത്തിലാണോ നിങ്ങൾക്ക് മാറ്റം വരേണ്ടത്, ആ കാര്യത്തെക്കുറിച്ച് ആഴത്തിൽ മനസ്സിൽ ചിന്തിച്ച് അതൊരു അഫർമേഷൻസ് പോലെ അല്ലെങ്കിൽ ഒരു മാനിഫെസ്റ്റേഷൻ പോലെ പറഞ്ഞ് ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ റീഡിങ്സ് ഓപ്പൺ ചെയ്യണം. നിങ്ങൾക്ക് റെസനേറ്റ് ആവാനും നിങ്ങളുടെ ആഗ്രഹത്തിനൊത്ത കാര്യത്തിനുള്ള ഇൻഫർമേഷൻസ് നിങ്ങളിലേക്ക് വരാനായിട്ടും, അതുപോലെ ഇന്ന് ഇതുപോലൊരു ഇൻഫർമേഷൻസ് ഡിവൈൻ നിങ്ങൾക്ക് നൽകിയതിൽ തീർച്ചയായിട്ടും ഇത് ഡിവൈൻ്റെ ഒരു അനുഗ്രഹമാണ്. നമുക്ക് ഓരോ ദിവസവും ഓരോ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനും അത് എടുക്കാനും സാധിക്കുന്നതും അത് വളരെ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഓരോ വ്യക്തികൾക്കും റെസനേറ്റ് ആവാനും സാധിക്കുന്നത് ഡിവൈൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ്. റീഡിങ്സുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നവർക്ക് മാത്രമാണ് ഇത് കണക്റ്റഡ് ആകുകയുള്ളൂ. വെറുതെ കേട്ടു യാതൊരുവിധ വാല്യൂവും കൽപ്പിക്കാതെ പോകുന്നവരൊരിക്കലും പ്രതീക്ഷിക്കരുത് ഞങ്ങൾക്കിത് റെസനേറ്റ് ആണ് എന്നുള്ളത് കേട്ടോ. അത് നിങ്ങൾ കേൾക്കുക, വിട്ടുകളയുക. അതൊരു നമ്മൾ എന്ത് കാര്യത്തിനും കൊടുക്കുന്നൊരു വാല്യൂ ആണ് നമുക്കതിൽ നിന്ന് ലഭിക്കുന്ന പ്രതിഫലം. നമ്മളൊരു തൊഴിൽ ചെയ്താലും ആ തൊഴിലിൽ നമ്മൾ കൊടുക്കുന്ന സമർപ്പണവും വിശ്വാസവും അതുപോലെ തന്നെ റെസ്പെക്റ്റും തന്നെയാണ് ആ തൊഴിലിൽ നിന്ന് നമുക്ക് ലഭിക്കാൻ പോകുന്ന ബെനഫിറ്റ്. അത് നമുക്ക് ഉപയോഗപ്രദമാക്കാനും നമ്മുടെ തലമുറകൾക്ക് ഉപയോഗപ്രദമാക്കാനും സാധിക്കുന്നത് നമ്മൾ ചെയ്യുന്ന ആ ഒരു കാര്യത്തിൽ കൊടുക്കുന്ന സമർപ്പണം തന്നെയാണ്. ഭക്തിയോടുകൂടി, അതായത് ഭയഭക്തിയോടുകൂടി നമ്മൾ എന്ത് ചെയ്താലും എന്ത് കാര്യത്തെ സ്വീകരിച്ചാലും നമുക്കത് ഗുണപ്രദമായി തീരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമ്മുടെ മൈൻഡ് സെറ്റ്, നമ്മുടെ തോട്ട്സുകളാണ് നമുക്ക് മാറ്റേണ്ടത്. അതായത് ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഒരിക്കലും ഒരു വീഡിയോസിൽ ഒരു ലേഡീനെ ഒരു വ്യക്തി ആക്ഷേപിച്ച ഒരു മെസ്സേജ് കണ്ടു. നിങ്ങളുടെ ചിരി കാണുമ്പം വെറുപ്പ് തോന്നുന്നു എന്നാൽ അവർ പറഞ്ഞ മറുപടി, ഒരു കാലത്ത് എനിക്കും അങ്ങനെ ആയിരുന്നു, മറ്റുള്ളവരുടെ സന്തോഷം കാണുമ്പം വെറുപ്പ് തോന്നും, പക്ഷേ അതെൻ്റെ ജീവിതത്തിലെ പല ട്രാജഡികളും പല രീതിയിലുള്ള പ്രോബ്ലംസിൻ്റെ ഫലമായിട്ടുണ്ടാവുന്നതാണ്. അപ്പം ഞാൻ പോസിറ്റീവായി ചിന്തിച്ച് മറ്റുള്ളവരെ ഞാൻ അക്സെപ്റ്റ് ചെയ്യാനും റെസ്പെക്റ്റ് ചെയ്യാനും പഠിച്ചപ്പം എൻ്റെ ജീവിതം മാറി വന്നു. നിങ്ങൾക്കും അതൊരിക്കൽ സാധിക്കുമെന്നവർ തിരിച്ചൊരു അനുഗ്രഹ രൂപത്തിൽ മറുപടി കൊടുക്കുകയും അത് ആ ഒരു വ്യക്തിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, ആ ഒരു മറുപടിയുടെ ആ ഒരു ഉത്തരം എന്താണെന്ന് അയാൾക്ക് കണക്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ ജീവിതം മാറിയിട്ടുണ്ടാവും. എന്ന് പറഞ്ഞതുപോലെ പോസിറ്റീവായിട്ട് നമ്മൾ ചിന്തിച്ചാൽ മാത്രമേ പോസിറ്റീവ് നമ്മളിൽ വരുവുള്ളൂ. നെഗറ്റീവായിട്ടും മോശമായിട്ടുമാണ് ഒരു കാര്യത്തെ നമ്മൾ കാണുന്നതെങ്കിൽ അങ്ങനെ തന്നെ വരുവുള്ളൂ. അപ്പോൾ ഈ ഒരു എനർജി നിങ്ങൾക്ക് ലഭിച്ചതിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡിവൈനോട് താങ്ക് യു യൂണിവേഴ്സ് എന്നോ താങ്ക് യു ഏഞ്ചൽസ് എന്നോ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങളുടെ ഇമോഷൻസ്, നിങ്ങളുടെ മനസ്സിലുള്ള പെയിൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ളത് മറ്റൊരാളോട് ഷെയർ ചെയ്യാൻ പറ്റാത്തതുണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റായി രേഖപ്പെടുത്താം. തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് മാറ്റം വരുത്തും. അതായത് റൈറ്റിംഗ് ഹീലിംഗ് എന്ന് പറയുന്നത് നമ്മളുടെ പ്രോബ്ലംസിനെ നമ്മൾ എഴുതുക, അത് നമ്മളിൽ നിന്നും വിട്ടുകളയുന്നതാണ്. നമ്മളിൽ നിന്നും മറ്റൊരിടത്തേക്ക് പോകുമ്പോൾ നമുക്കതൊരു ഹീലിംഗ് സംഭവിക്കും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ഏറ്റവും പ്രയോജനകരവും ഗുണപ്രദവും പെട്ടെന്ന് ഫലം ലഭിക്കുന്നതുമായ ഹീലിംഗ് ആണ് റൈറ്റിംഗ് ഹീലിംഗ്. എഴുതുക, നമ്മളിൽ നിന്നും അതിനെ ഉപേക്ഷിക്കുക, അതനുസരിച്ച് നമ്മളിൽ നിന്നും അത് പൊയ്ക്കൊണ്ടേയിരിക്കും. നമ്മളിലേക്ക് വേണ്ടതിനെ സ്വീകരിക്കുക, വേണ്ടാത്തതിനെ ഹീലാക്കി കളയുക കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് 10 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ് കേട്ടോ. ഇതിനകത്ത് നമുക്ക് അസ്ട്രോളജിക്കൽ സൈൻ്റെ എനർജി ഇല്ല കേട്ടോ. ഓവറോൾ കണക്റ്റഡ് ആണ് നമുക്കിതിനകത്ത് റീഡിങ്സ് എല്ലാവരിലേക്കും എത്തിച്ചേരുന്നതായിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും 10 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റം നിങ്ങളുടെ ഫാമിലിക്കുള്ളിൽ തന്നെ സംഭവിക്കുന്നുണ്ട്. കൂട്ടമായിട്ടൊരു സന്തോഷം, എല്ലാവരും ഒത്തുചേരാനുള്ളൊരു സമയം നിങ്ങളിലേക്ക് ഉടനെ വരുന്നതായിട്ടാണ് കാണുന്നത്. സാമ്പത്തിക ഭദ്രതയും അബണ്ടൻസും, അതായത് ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയിൽ ഏറ്റവും പ്രൊട്ടക്റ്റഡ് ആവാൻ പോകുന്നു. ചിലപ്പോൾ സാമ്പത്തികപരമായിട്ടൊക്കെ നിങ്ങൾക്ക് ഫാമിലിയെ ബേസ് ചെയ്ത് എന്തെങ്കിലും ഒരു സ്ട്രഗിളിങ് നേരിടുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു ഗുഡ് ന്യൂസാണ് ഉടനെ തന്നെ വരാൻ പോകുന്ന. വലിയ രീതിയിൽ
റൂട്ട് ചക്ര വർക്കിംഗ് ആവുന്നതായിട്ടാണ് കാണുന്നത്. ശക്തമാകുന്ന ഫിനാൻസിൻ്റെ ഒരു ഒഴുക്ക് നിങ്ങളിലേക്ക് വരാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അത് ചിലപ്പോൾ നിങ്ങളുടെ കരിയർ മേഖലയെ ബേസ് ചെയ്തോ ബിസിനസ്സിനെ സംബന്ധിച്ചോ നിങ്ങൾ കൊടുത്തിരുന്ന സാമ്പത്തികം മറ്റേതെങ്കിലും മാർഗത്തിലൂടെ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതോ നിങ്ങൾ പ്രതീക്ഷിക്കാതെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു സാമ്പത്തിക ഭദ്രതയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഫസ്റ്റ് തന്നെ വരുന്നത്. അത് നിങ്ങളുടെ കുടുംബ ഐക്യത്തിന്, കുടുംബത്തിനകത്തൊരു ഒത്തൊരുമയ്ക്കും മറ്റുള്ളവർക്ക് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്ന എല്ലാവരെയും നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു എനർജിയിലേക്കുമാണ് നിങ്ങളെ മാറ്റാൻ പോകുന്നത്. അതുപോലെ നിങ്ങളൊരു റെസ്പെക്റ്റഡ്, മറ്റുള്ളവർ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു തലത്തിലേക്ക് നിങ്ങളുടെ നെയിമും ഫെയിമും ചേഞ്ച് ആവാൻ പോകുന്നതായിട്ടും കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ പറയും പോലെ നമ്മളുടെ വീട്ടുപേര് അത് വളരെയധികം പവർഫുള്ളായ ഒരു കാര്യമാണ്. നമുക്കൊരു നല്ലൊരു ഭവനമുണ്ടെങ്കിലാണ് ആ ഭവനത്തിനൊരു പേരുണ്ടാവുള്ളൂ. ആ ഒരു പേരാണ് നമ്മൾക്ക് എന്തുണ്ടാക്കി തരുന്നത്, നമുക്ക് റെസ്പെക്റ്റ് ഉണ്ടാക്കി തരുന്നത്. ചിലർ പറയും വീട് എന്ന് പറയുന്നത് അത് ആവശ്യമില്ലാതെ നമുക്കൊരു ഡെത്ത് മണിയാണെന്ന് പറയും. ഒരിക്കലും നമ്മുടെ ഒരു വീട് വെക്കുന്നത് ഡെത്ത് മണിയല്ല. ഒരു വീട്, നല്ലൊരു വീടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്കൊരു അഡ്രസ്സ് ഉണ്ടാവുകയുള്ളൂ. അതല്ലാതെ ആവശ്യമില്ലാതെ ചിലവാക്കുന്നതാണ് ഡെത്ത് മണി. നമ്മളുടേതാകുന്ന ഒരു റെസ്പെക്റ്റ്, മറ്റു പൊതുവാകുന്ന പബ്ലിക്കിൽ നിന്ന് നമുക്കൊരു റെസ്പെക്റ്റ് ലഭിക്കണമെങ്കിൽ നമുക്ക് നല്ലൊരു വീടുണ്ടായിരിക്കണം, ആ വീടിനൊരു പേരുണ്ടായിരിക്കണം. ആ പേരിലായിരിക്കും നമ്മൾ അറിയപ്പെടേണ്ടത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടതാണ് നല്ല ഒരു ഫെയിം ആൻഡ് നെയിം എനർജി. അത് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ഇതിനകത്ത് സാമ്പത്തികപരമാകുന്നൊരു ഉയർച്ചയിലേക്ക്, ഫാമിലിപരമാകുന്നൊരു ഉയർച്ചയിലേക്ക്, ഒരു ലോട്ടറി ഭാഗ്യം എനർജിയിലേക്ക്, അതുപോലെ ഹെൽത്ത് പരമാകുന്ന ഒരു സിറ്റുവേഷൻസിലേക്ക്, ഹെൽത്ത് പരമാകുന്ന ഒരു മാറ്റത്തിലേക്കൊക്കെ നിങ്ങളുടെ ജീവിതത്തെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മാറ്റാൻ പോവുകയാണ്. നിങ്ങൾ എഫേർട്ട് എടുത്തതിന് ശരിക്കും കുറേ കാലങ്ങളായിട്ട് നിങ്ങളൊരു ടാസ്ക് പോലെ മറ്റെല്ലാത്തിൽ നിന്നും മാറി നിന്ന് നിങ്ങൾ വളരെയധികം ശക്തമായിട്ട് നിങ്ങൾ പ്രവർത്തിച്ചതിന്, നിങ്ങളുടേതാകുന്ന സുഖങ്ങളെയും സന്തോഷങ്ങളെയും സമയത്തെയും എല്ലാം നിങ്ങൾ മാറ്റിവെച്ച് നിങ്ങൾ എന്ത് കാര്യത്തിലാണോ എഫേർട്ട് എടുത്തത്, സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടിയിട്ട് എഫേർട്ട് എടുത്തവർ, കരിയർ സക്സസ്സിന് വേണ്ടി എഫേർട്ട് എടുത്തവർ, എന്ത് മേഖലയായിക്കോട്ടെ മെറ്റീരിയലിസ്റ്റിക് ആകുന്ന കാര്യത്തിൽ ഫോക്കസ് ചെയ്തവർക്ക് തീർച്ചയായിട്ടും ഒരു പ്രകാശത്തിൻ്റെ, സക്സസ്സിൻ്റെ, ഒരു ഒരു പ്രശസ്തിയുടെ എനർജിയിലേക്കാണ് നിങ്ങൾ മാറാൻ പോകുന്നതായിട്ട് കാണാൻ പോകുന്നത്. ഇംബാലൻസിങ് എനർജി ഉണ്ടായിരുന്ന സിറ്റുവേഷൻസ്, അതായത് ഒരു ചെറിയ രീതിയിലുള്ള ഒരു ഡൗൺ ടൈം എനർജി ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ അതിനെ ബാലൻസ് ചെയ്ത് തന്നെ കടന്നു പോകുന്നതായിട്ടാണ് നമുക്ക് ഡിവൈൻ കാണിച്ച് തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് 7 ഓഫ് സോഴ്സിൻ്റെ എനർജി വരുന്നുണ്ട്. നിങ്ങൾ ചീറ്റിംഗ് ചെയ്യപ്പെട്ട സിറ്റുവേഷൻസുകളെ തിരിച്ചറിയാൻ പോകുന്നുണ്ട് കേട്ടോ. നിങ്ങളെ കുറ്റപ്പെടുത്തിയതും നിങ്ങളൊരു ഡാർക്ക് എനർജിയിൽ എപ്പോഴും നിങ്ങൾ ചെന്നുപെടുന്നതെല്ലാം അബദ്ധങ്ങളിലായിരുന്ന ഒരു സിറ്റുവേഷൻസ്, കഷ്ടതയുടെ ഒരു വലിയൊരു ഭാണ്ഡം ചുമന്ന് നടന്ന വ്യക്തികളുടെ എനർജിയാണ് 7 ഓഫ് സോഴ്സിൻ്റെ എനർജിയിൽ വന്നിരിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങൾ ചിന്തിക്കാതെ എടുത്തു ചാടുന്ന വ്യക്തികളായിരിക്കും. അതായത് നിങ്ങളുടെ മനസ്സിൻ്റെ ഒരു കോൺഫിഡൻസ് ആയിരിക്കാം. നിങ്ങളൊന്നും ചിന്തിക്കാതെ നിങ്ങൾ പെട്ടെന്ന് ആക്ഷൻ എടുക്കുന്ന ഒരു ക്യാരക്ടർ, അതൊരു ഫൂളിഷ് എനർജി ആയിട്ട് മറ്റുള്ളവർ നിങ്ങളെ കാണാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിലൊരു സത്യാവസ്ഥയുണ്ട്. നിങ്ങൾ അത്രത്തോളം നിഷ്കളങ്കമാണ്. നിങ്ങളുടെ ഹൃദയം നിങ്ങൾ പുറമേ കാണിക്കുന്ന ഒരു മെച്യൂരിറ്റി ഇല്ലായ്മയല്ല. നിങ്ങളുടെ മനസ്സ് വളരെ പരിശുദ്ധമാണ്, ഓപ്പൺ മൈൻഡ് ആണെന്ന് മാത്രം. നിങ്ങൾ എന്തും തുറന്നു പറയുന്ന ഒരു ക്യാരക്ടർ, ഒന്നും ഒളിച്ചു വെക്കാത്ത ഒരു ക്യാരക്ടർ എനർജിയിൽ നിന്ന വ്യക്തികൾ ഒരുപാട് ചീറ്റിംഗ് പ്രസൻസ് അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ടായിരുന്നു. കാരണം നമ്മൾ തുറന്നു പറയുന്നവർ, നമ്മൾക്കൊരു രഹസ്യങ്ങളില്ല, ഹൈഡിങ് എനർജി ഇല്ലാത്തവർക്ക് എപ്പോഴും ചീറ്റിംഗ് സംഭവിക്കപ്പെടും. കാരണം നാളെ ചെയ്യാൻ പോണതും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം മറ്റുള്ളവരോട് ഓപ്പണായിട്ട് പറയുന്നതിൻ്റെ ഫലമെന്ന് പറയുന്നത് നമുക്കതൊരു നെഗറ്റീവാണ്. നമ്മളെ ഡാർക്കാക്കി കളയും, തളർത്തി കളയുന്നൊരു സിറ്റുവേഷൻസിലേക്ക് എത്തിക്കും. ആ സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്, ഒരു മാറ്റം വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്താണ് എന്നുള്ള ഒരു
തിരിച്ചറിവ് നിങ്ങളിലേക്ക് വരുന്നുണ്ട്, ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്യൂച്ചറിലേക്ക് ഒരു ലോങ് ടൈം സക്സസ് എനർജിയിലേക്ക് നിങ്ങൾ മാറാനുള്ള ഒരു സമയമായി, ഇൻവെസ്റ്റ് ചെയ്യേണ്ട സമയമായതും നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസും നിങ്ങളുടെ ലൈഫിൽ കണക്റ്റഡ് ആകുന്നുണ്ട്. നിങ്ങൾ ചില ഇടങ്ങളിൽ നിന്നും മുഖം തിരിക്കേണ്ട സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ മുഖം തിരിക്കുന്ന ചില സ്ഥലങ്ങളിൽ നിങ്ങൾ പൂർണ്ണമായിട്ടും ഒരു മതിൽ കെട്ടി ഒരു മറയുണ്ടാക്കുന്ന ഒരു എനർജിയിലേക്ക് മാറുന്നുണ്ട്. ചീറ്റിംഗ് എനർജിയിലൂടെ കടന്നു പോയവർ അതിൽ നിന്നും പുറത്ത് കടക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. അതായത് ശത്രുദോഷത്തിൽ നിന്നും നിങ്ങൾ പുറത്ത് കടക്കാൻ പോകുന്ന ഒരു എനർജിയിലാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ 9 ഓഫ് വാൻസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. കരിയർ പരമാകുന്ന തടസ്സങ്ങളെ അതിജീവിക്കാൻ പോകുന്നു. ക്രൗൺ ചക്ര ചേഞ്ചിങ്, അതായത് നിങ്ങളുടെ വിധിയുടെ മാറ്റം, വിധി മാറുന്നു, അതായത് നിങ്ങളുടെ സമയം ചേഞ്ച് ആകുന്നു എന്നാണ് കാണുന്നത്. കരിയർ പാതയെ ബേസ് ചെയ്താണ് കേട്ടോ. നിങ്ങൾക്ക് ചെറിയൊരു ബ്ലോക്കേജ് ഉണ്ടായിരുന്നു. അതായത് നിങ്ങളിൽ ചില ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കരിയർ എനർജി ഓപ്പണിംഗ് ആവാതെ പോകുക, അതല്ലെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന കരിയർ പാതയിൽ സാറ്റിസ്ഫൈഡ് അല്ലാതെ പോകുക, നിങ്ങൾ ചെയ്യുന്ന ആ ഒരു പ്രവൃത്തിക്കനുസരിച്ചുള്ള ഒരു ബെനിഫിറ്റ് ലഭിക്കാതെ പോകുക. അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ കുറേ കാലങ്ങളായിട്ട് ഫോക്കസ് ചെയ്യുന്നൊരു കാര്യം നിങ്ങൾക്ക് എപ്പോഴും തടസ്സമായിട്ട്, അതായത് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത വിധം നിങ്ങൾക്ക് അത് ഉപേക്ഷിക്കാനും പറ്റുന്നില്ല, എന്നാൽ അതിന് മുന്നോട്ടേക്ക് ഒരു മൂവ്മെൻറ്റ്സ്, ഒരു ഗുണമില്ലാത്തൊരവസ്ഥയിൽ നിന്ന ഒരു കരിയർ എനർജിയെ ബേസ് ചെയ്ത് ആക്ഷൻ കാർഡാണ് അവിടെ കാണുന്നത്. കരിയറിനെ ബേസ് ചെയ്തുള്ള ആ ഒരു സിറ്റുവേഷൻസ്, ഒരു ബെർഡൻ, ഒരു വലിയൊരു ബെർഡൻ നിങ്ങൾ ഇറക്കി വെക്കുന്നുണ്ട്. തുടർന്ന് അങ്ങോട്ട് സൺറൈസിങ് ആണെങ്കിലും നിങ്ങൾ സ്ട്രഗിൾ ചെയ്യണം. സ്ട്രഗിൾ മീൻസ് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യണമെന്നാണ് കാണുന്നത്. പക്ഷേ ആ ഒരു ഹാർഡ് വർക്ക് ചെയ്ത് മുന്നോട്ടേക്കുള്ള യാത്ര എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വലിയ വിജയത്തിലേക്ക് തന്നെയാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോകാം. കുറേ ആളുകളുടെ എനർജിയിൽ വിധി ചേഞ്ചിങ് ആവുന്നുണ്ട്. നിങ്ങളുടെ വിധി മാറുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾ ബ്ലോക്കായിട്ടും സ്തംഭനാവസ്ഥയിൽ സ്റ്റക്കായിട്ട് നിന്ന സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾ പുറത്ത് കടക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. 6 ഓഫ് വാൻസിൻ്റെ എനർജി വരുന്നുണ്ട്. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അതായത് ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടും നിങ്ങൾ ചിലപ്പോൾ ഒരു എലോൺ എനർജിയിൽ നിൽക്കുന്ന വ്യക്തികൾക്കാണെങ്കിൽ നിങ്ങൾക്കൊരു വിവാഹ യോഗത്തിൻ്റെ പ്രസൻസ് കാണുന്നുണ്ട് കേട്ടോ. ഉടനെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു ആഘോഷത്തിൻ്റെ, ഒരു സന്തോഷത്തിൻ്റെ, ഒരു സെലിബ്രേഷൻ്റെ എനർജി കുറേ ആളുകളിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട്. തടസ്സമുണ്ടായിരുന്ന ചില കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മറികടക്കാൻ പറ്റുന്നു. അതായത് ഒന്നിലധികം സക്സസ് നിങ്ങളെ തേടി വരുന്നതായിട്ട് കാണുന്നു. ഒന്ന് കരിയർ പാതയെ ബേസ് ചെയ്തുള്ള സക്സസ്സുമുണ്ട്. വിവാഹം പോലുള്ള നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യവും നിങ്ങളെ തേടി വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. അതായത് നിങ്ങൾക്ക് ശത്രുദോഷമുണ്ടായിരുന്നു, നിങ്ങൾക്ക് പിന്നിൽ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിരുന്നു, അതല്ലെങ്കിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. നിങ്ങൾ പ്രതീക്ഷിക്കാത്തടത്തുനിന്ന് വരെ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. വളരെ വിശ്വസ്തയോടുകൂടി നിങ്ങൾ നിൽക്കുന്നിടത്തും നിങ്ങൾക്ക് തടസ്സങ്ങൾ വന്ന സിറ്റുവേഷൻസ് ഉണ്ട്. നിങ്ങളൊരു ബൗണ്ടറി തീർക്കേണ്ട സമയമായി. ആ ഒരു ബൗണ്ടറി തീർക്കുന്നതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിലെ ചില കാര്യങ്ങളിൽ ഒരു മൂവ്മെൻറ്റ്സ്, മാറ്റം വരുന്നുണ്ട്. സ്തംഭനാവസ്ഥയ്ക്കൊന്ന് പുറത്ത് കടക്കാൻ പറ്റും കേട്ടോ. കുറച്ച് ഹാർഡ് വർക്ക് അവിടെയും കാണുന്നുണ്ടെങ്കിലും നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷൻസ് നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് നൈറ്റ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ ഒരു പാഷൻ എനർജി, അതായത് ഒരു കൺട്രോളിങ് വിൽ പവർ എനർജിയിലേക്ക് നിങ്ങൾ മാറുമ്പം, നല്ലതും ചീത്തയും തിരിച്ചറിയാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസിലേക്ക് വരുമ്പം നിങ്ങൾ വെല്ലുവിളികളെ അതിജീവിക്കാനുള്ളൊരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന അനുസരിച്ച് നിങ്ങളുടെ പാഷൻ നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുന്നുണ്ട് കേട്ടോ. ആക്ഷൻ എടുക്കണമെന്നാണ് കാണുന്നത്. ചിലപ്പോൾ അതിനകത്ത് കുറച്ച് പ്രോബ്ലംസുകളെ നിങ്ങൾ നേരിടേണ്ടി വന്നാൽ പോലും നമുക്കവിടെ കാണാൻ പറ്റുന്ന ചിലയിടങ്ങളിൽ വളരെ വ്യക്തവും കൃത്യവുമായിട്ട് നമ്മൾ സംസാരിക്കേണ്ടി വരുന്നുണ്ട്. പക്ഷേ എന്നാൽ തന്നെ അവിടെ നിങ്ങളുടെ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്നുണ്ട്. ചില സ്ഥലത്തൊക്കെ മുഖം തിരിക്കേണ്ടി വരുന്നുണ്ട്, മുഖം കറുപ്പിച്ച് സംസാരിക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാം. പക്ഷേ അതെല്ലാം നിങ്ങൾക്ക് സക്സസിൻ്റെ ഫലമാണ്. നിങ്ങളുടെ ആഗ്രഹ സാഫല്യത്തിലേക്ക് എത്തിച്ചേരുമെന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കിയത് 3 ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് കേട്ടോ. 3 ഓഫ് സോഴ്സിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ കുറച്ച് പേരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു ചെറിയൊരു എന്താ പറയുക, ഒരു പൂർവിക കർമ്മ ബേസ് കാണിക്കുന്നുണ്ട്. പൂർവികരുടെ അല്ല, ഒരു സ്ത്രീ ശാപം എനർജിയുടെ പ്രസൻസ് കാണിക്കുന്നുണ്ട്.
അത് നിങ്ങളുടെ ഒരു ആഗ്രഹത്തെ, ഒരു എനർജിയെ ലോസാക്കി കളയുന്ന ഒരു സിറ്റുവേഷൻസാണ്. ഒരു ശാപത്തിൻ്റെ, ഒരു സ്ത്രീ ശാപം എനർജിയുടെ പ്രസൻസ് ഇതിനകത്ത് കുറേ ആളുകളിൽ നിൽക്കുന്നുണ്ട്. അത് പാസ്റ്റിൽ നിന്ന് കണക്ട് ചെയ്ത് വരുന്നതാണ്. മുൻകാലങ്ങളിലേതാവാം, മുൻ ജന്മങ്ങളിലേതാവാം. തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷൻസ് നിങ്ങൾക്കുള്ള ആ ഒരു അവസരത്തെ ബ്ലോക്ക് ആക്കുന്നുണ്ട്. ആ ഒരു സിറ്റുവേഷൻസും നിങ്ങൾക്ക് മറികടക്കാൻ പറ്റുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇമോഷണലി ഡിപ്പെൻഡഡ് ആവാത്തൊരവസ്ഥയിൽ ാണ് നിങ്ങൾ മാറുന്നത്. റോങ് ആയ ചില സാഹചര്യങ്ങളെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. ഇത്രയും നാളും നിങ്ങൾ ചെന്ന് പെട്ടുകൊണ്ടിരുന്ന ഈ ഒരു നെഗറ്റിവിറ്റിയുടെ ഫലമായിട്ട് റോങ് സിറ്റുവേഷൻസുകളിലൂടെ കടന്നു പോകേണ്ടി വന്ന വ്യക്തികളെയാണ് കാണുന്നത്. ആ റോങ് സിറ്റുവേഷൻസിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് കടക്കാൻ പറ്റുന്നു എന്നാണ് കാണുന്നത്. ക്യൂൻ ഓഫ് പെന്റിക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. സ്വപ്നങ്ങളുടെ ഒരു സാക്ഷാത്കാരം, സ്വപ്നങ്ങളെല്ലാം നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾക്ക് അനുഭവയോഗ്യമാകാൻ പോകുന്നു. അതായത് നിങ്ങളുടെ ഫ്യൂച്ചറിലേക്കുള്ള ചില കാര്യങ്ങൾ, നിങ്ങൾ ഇന്ന രീതിയിൽ വേണം എനിക്ക് ഫ്യൂച്ചർ എന്ന് ആഗ്രഹിച്ചിരുന്ന ആ ഒരു കാര്യം നിങ്ങൾക്ക് ഫലമാവാൻ പോകുന്നു. അത് നിങ്ങൾക്ക് അനുഭവയോഗ്യമാകാൻ പോകുന്നു. കരിയർ പാതയാവാം, വിവാഹ ലൈഫാവാം, അല്ലെങ്കിൽ പാർട്ട്ണറുകൾ തമ്മിൽ ഒരുമിച്ച് ചേരണമെന്ന് ആഗ്രഹിച്ച ഒരു പുതിയ തുടക്കം, സന്തോഷം, ഒരു ഗ്രോത്ത് ആഗ്രഹിച്ചതാവാം. നിങ്ങളിലേക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസുകൾ വരണമെന്ന് ആഗ്രഹിക്കുന്നതാവാം. നിങ്ങൾ എന്തെങ്കിലും സ്വന്തമായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യമാവാം. ജീവിതത്തിലൊരു പേരിലും പ്രശസ്തിയിലേക്കൊക്കെ, കലാപരമായ കാര്യങ്ങളിലേക്കൊക്കെ എത്തിച്ചേരണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഫീൽഡിലേക്ക്, ഒരു ഉയർച്ചയിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നതാവാം. നിങ്ങൾ എന്താണോ മനസ്സുകൊണ്ട് വളരെ ആഴത്തിൽ ചിന്തിക്കുന്നത് അത് നിങ്ങൾക്ക് അർഹമാകുന്നതും അനുഭവയോഗ്യമാകുന്നതുമായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ അവിടെയും കണക്റ്റഡ് ആകുന്നുണ്ട്. ഏസ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ് വീണ്ടും വന്നിരിക്കുന്നത്. അതായത് നിങ്ങൾ ചിന്തിക്കുന്നതല്ല നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾ ഒരുപാട് ചീറ്റിംഗ് എനർജിയിൽ നിൽക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് സ്ട്രഗിളിങ് ചെയ്യുന്നുണ്ടായിരുന്നു കാണാം. നിങ്ങൾക്ക് എന്താണ് നമുക്ക് വേണ്ടത്, എന്തിനെയാണ് മാറ്റി നിർത്തേണ്ടത്, ഉപേക്ഷിക്കേണ്ടത്, അല്ലെങ്കിൽ ഒഴിവാക്കേണ്ടതെന്നുള്ള അറിവില്ലാതെ നിങ്ങൾ വേണ്ടതും വേണ്ടാത്തതുമായ പല കാര്യങ്ങളെയും നിങ്ങളിങ്ങനെ ചുമന്നു കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ മനസ്സിലാണെങ്കിലും നിങ്ങളുടെ സിറ്റുവേഷൻസുകളിലാണെങ്കിലും അമിതമാകുന്ന ബർഡൻ കണക്ട് ചെയ്ത വ്യക്തികളെ സംബന്ധിച്ച് നല്ല ഒരു തിരിച്ചറിവ്, ഒരു ഇൻറ്റ്യൂഷൻ എനർജി നിങ്ങൾക്ക് വരുന്നുണ്ട്. വളരെ സ്പിരിച്വൽ എനർജിയോടുകൂടി, പോസിറ്റിവിറ്റിയോടുകൂടി നിങ്ങൾക്ക് കാര്യങ്ങളെ തിരിച്ചറിയാനും അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അബണ്ടൻസ് എത്തിക്കുന്നുണ്ട്. ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ലോട്ടറി ഭാഗ്യത്തിൻ്റെ എനർജി കാണിക്കുന്നുണ്ട്. കൂടാതെ തന്നെ നമുക്കിവിടെ പറയാൻ സാധിക്കുന്ന ഒരു എനർജി അബണ്ടൻസ് ആണ് കേട്ടോ. വിജയത്തിൻ്റെ ഒരു സമയമായിട്ടാണ് ഇനി നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഫിനാൻഷ്യൽ അബണ്ടൻസ് ആണ്. ഫിനാൻഷ്യൽ ഫ്രീഡമാണ് നിങ്ങളെ കാത്തിരിക്കുന്നതായിട്ട് കാണുന്നത്. ഏസ് ഓഫ് വാൻസിൻ്റെ എനർജി നമുക്ക് വന്നിട്ടുണ്ട്. ഒരു മസ്കുലൻ എനർജിയുടെ ഒരു ഈഗോ കുറയുന്നതായിട്ട്, മസ്കുലൻ, അതായത് ഒരു മെയിൽ എനർജിയുടെ ഈഗോ വളരെ താഴേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അത് ഹാപ്പിനെസ്സിലേക്ക് എത്തിച്ചേരുന്നുണ്ട് കേട്ടോ. ഒരു പക്ഷേ നിങ്ങളോ നിങ്ങളുടെ പാർട്ട്ണറിനോ ചെറിയ രീതിയിലുള്ള ഒരു ഈഗോയോ അതല്ലെങ്കിൽ ഒരു ബൗണ്ടറിയോ, നിങ്ങളുടെ ഒരു ക്യാരക്ടർ എനർജി ബേസ് ചെയ്ത് നിങ്ങൾക്കോ നിങ്ങളുടെ പാർട്ട്ണറിനോ ഒരു ഈഗോ എനർജി ഉണ്ടായിരുന്നെങ്കിൽ അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പം മാറ്റം വരുന്നു. ഇപ്പോൾ ഹാപ്പിനെസ്സിലേക്ക്, ഇമോഷണൽ ബാലൻസിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളിലൂടെ പോകുന്ന വ്യക്തികളുടെ പ്രസൻസാണ് ഇപ്പം ഒരേ രീതിയിലാവുന്നത്. ഒരു വ്യക്തിയെ സംബന്ധിച്ച് വളരെയധികം ആത്മാർത്ഥതയ്ക്കും സത്യസന്ധതയ്ക്കും അതുപോലെ ഇത് നമ്മളെന്താ പറയുക, വളരെയധികം ഒരു ബൗണ്ടറി ഇട്ട് അമിതമായിട്ടുള്ള ആ ഒരു ഇമോഷൻസിനെ പ്രകടിപ്പിക്കാത്തൊരു ക്യാരക്ടറും, മറ്റൊരാളുടെ എനർജിയിലേക്ക് നോക്കുമ്പം മെറ്റീരിയലിസ്റ്റിക് ആകുന്ന കാര്യങ്ങളെ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു എനർജിയിൽ നിന്ന രണ്ട് വ്യക്തികളെ സംബന്ധിച്ച് തീർച്ചയായിട്ടും നിങ്ങൾ വളരെ സന്തോഷകരമാകുന്ന ഇമോഷണൽ ബാലൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി കണക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എനർജിയിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഫോർ ഓഫ് പെന്റിക്കിൾസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കിവിടെ പറയാൻ സാധിക്കുന്ന ഒരു സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു കാത്തിരിപ്പിന് സമാപനം ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ഒരു പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടി കുറേ കാലങ്ങളായിട്ട്, നിങ്ങളൊരു 4 ഇയർ ആയിട്ടെങ്കിലും നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു കാര്യം, 4ൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. 4 മന്തോ 4 ഇയറോ ഒക്കെ ആവാം. ആ ഒരു കാത്തിരിപ്പിന്
അവസാനം വരുന്നു, അതിനൊരു എൻഡിങ് വരുന്നു. അത് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ നിങ്ങളുടെ ആഗ്രഹ സാഫല്യത്തിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജിയാണ് കാണുന്നത്. ബ്ലോക്കേജിൽ നിന്നും പുറത്ത് കടക്കണം. നിങ്ങൾ തന്നെ ബ്ലോക്ക് ആക്കുകയാണ് ചെയ്യുന്നത് നിങ്ങളുടെ ആഗ്രഹ സാഫല്യത്തിന്. നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ളതിനെല്ലാം നിങ്ങൾ തടസ്സപ്പെടുത്തുന്നുണ്ട്. അതായത് നിങ്ങളൊരു സ്പിരിച്വൽ വിസ്ഡം എനർജിയിലേക്ക് വരണമെന്നാണ് കാണുന്നത്. ഒരു തിരിച്ചറിവുണ്ടാവണം. നിങ്ങളുടെ ഇന്നർ ഗൈഡൻസിനെ നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്യണം. മെഡിറ്റേഷൻ ചെയ്യണം. പ്രാർത്ഥനയോ മെഡിറ്റേഷൻസോ നിങ്ങൾ ചെയ്യണം. നമ്മൾ നമ്മുടെ ശരീരത്തിന് കൊടുക്കുന്ന മെഡിസിനാണ് കേട്ടോ മെഡിറ്റേഷൻസും പ്രാർത്ഥനയും. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. നമ്മുടെ മനസ്സിന് നമ്മൾ മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കണം, മെഡിസിൻ. അല്ലാണ്ട് നമ്മുടെ ശരീരത്തിന് കുറേ ഇഞ്ചക്ഷൻ ചെയ്തിട്ടോ കുറേ പാരസെറ്റമോൾ മേടിച്ച് കഴിച്ചിട്ടോ ഒന്നും കാര്യമില്ല. നമ്മുടെ മനസ്സിനും പനിയും സങ്കടവും വിഷമങ്ങളും എല്ലാം ഉണ്ടാകും. അതിനും മരുന്ന് കൊടുക്കണം. ആ മരുന്നാണ് എന്ത്? മെഡിസിൻ, ശക്തമാവുന്ന പ്രാർത്ഥന, അഫർമേഷൻസുകൾ, അതുപോലെ മോട്ടിവേഷൻ പോലുള്ള കാര്യങ്ങൾ കേൾക്കുന്നത്. ഇതെല്ലാം നമ്മുടെ മനസ്സിന് കൊടുക്കുന്ന ഒരു ഇതാണ്. നല്ല ഭക്തി ഗാനങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഗാനങ്ങൾ കേൾക്കുന്നത്, സന്തോഷം തരുന്ന പല കാര്യങ്ങളും കാണുന്നത്, ആസ്വദിക്കുന്നത്, മറ്റു ജീവജാലങ്ങളെ സ്നേഹിക്കുന്നത്, ഇതെല്ലാം മറ്റു വ്യക്തികളെ സ്നേഹിക്കുന്നത് സത്യസന്ധമായിട്ടും പരിശുദ്ധമായിട്ടും. നമ്മളെ സ്നേഹിക്കുന്നവരെ വേണം നമ്മൾ സ്നേഹിക്കുക. അല്ലാത്തവരെ സ്നേഹിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് മെഡിസിൻ അല്ല കേട്ടോ ചെല്ലുന്നത്. അത് ഭയങ്കരമായിട്ടുള്ള ഒരു അപകടകരമാകുന്നൊരവസ്ഥയാണ് കേട്ടോ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നാണ് കാണുന്നത്. ദ എംബറസ് എനർജിയാണ്. മാനിഫെസ്റ്റേഷൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ എന്ത് കാര്യമാണോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നത് അത് നിങ്ങളിലേക്ക് വന്നു, നിങ്ങളത് അനുഭവിക്കുന്നു, നിങ്ങളതിനകത്ത് സന്തോഷകരമാണ്, ഞാൻ സംതൃപ്തനാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുക എന്നുള്ള എനർജിയാണ് വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ നിൽക്കുന്ന തെറ്റാകുന്ന ചിന്തകളിൽ നിന്നും, നിങ്ങളുടെ തെറ്റാകുന്ന തോട്ട്സിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? പുറത്ത് കടക്കുക, എസ്കേപ്പിംഗ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് വിശ്വാസമില്ലായ്മ, സ്വയം വിശ്വാസമില്ലാതെ നിൽക്കുന്ന സിറ്റുവേഷൻസിൽ നിന്നും ഒരു ഇന്നർ ഗൈഡൻസ് തേടി നിങ്ങൾ ആ ഒരു തെറ്റാകുന്ന എനർജി എന്താണോ നിങ്ങളിൽ നിൽക്കുന്ന ആ എനർജിയിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടക്കാനാണ് പറയുന്നത്. ഹാപ്പിനെസ്സിനെ സ്വീകരിക്കാനാണ് പറയുന്നത്. ഹാപ്പിനെസ്സിനെ ഫോക്കസ് ചെയ്യുക. ഒരു ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയെ ഫോക്കസ് ചെയ്യുക. നിങ്ങൾ എപ്പോഴും പ്രൊട്ടക്റ്റഡ് ആണ്. ഡിവൈൻ്റെ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങളിലുണ്ട് എന്ന വിശ്വാസത്തോടു കൂടി നിങ്ങൾ വളരെയധികം ഇൻസ്പിറേഷൻ എനർജിയോട് കൂടി നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തെ ഫോക്കസ് ചെയ്യുക എന്നാണ്. 8 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഹാർഡ് വർക്ക് ചെയ്യുക. നിങ്ങൾ ഏറ്റവും എന്താണോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക. അതായത് അതിനെ സമർപ്പണ ബോധത്തോടു കൂടി അതിലേക്ക് കണക്റ്റഡ് ആവുക. തീർച്ചയായിട്ടും ലൈഫിൽ മാറ്റങ്ങൾ വരും.